ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഡൽഹി മുഖ്യമന്ത്രിയായി ബിജെപി നേതാവ് രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. 6 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ചുമതലയേറ്റു. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വളരെയേറെ പരിഗണന നൽകുന്നതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തും. UGC കരട് ചട്ടങ്ങൾ സംബന്ധിച്ച ദേശീയ കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൈലറ്റുമാർക്കുള്ള ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസിന് രാജ്യത്ത് തുടക്കമായി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഡൽഹി മുഖ്യമന്ത്രിയായി ബിജെപി നേതാവ് രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. രാംലീല മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी. मैं मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगी. 6 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പർവേഷ് സിംഗ്, ആശിഷ് സൂദ്, മജീന്ദർ സിംഗ് സിർസ, രവീന്ദർ ഇന്ദിരരാജ് സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ എന്നിവരാണ് മന്ത്രിമാരായി ചുമതലയേറ്റത്. ന്യൂഡൽഹിയിൽ ഇന്നലെ വൈകുന്നേരം ചേർന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ചുമതല നൽകിയതിൽ ശ്രീമതി രേഖ ഗുപ്ത ബിജെപി ഉന്നത നേതൃത്വത്തിന് നന്ദി അറിയിച്ചു. ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി പൂർണ്ണ സത്യസന്ധതയോടും സമർപ്പണത്തോടും കൂടി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും ബിജെപിയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് ശ്രീമതി രേഖ ഗുപ്ത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ബിജെപി അധ്യക്ഷൻ JP നഡ്ഡ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വളരെയേറെ പരിഗണന നൽകുന്നതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും താങ്ങാവുന്ന ചികിത്സ, തദ്ദേശീയമായി വികസിപ്പിച്ച ചികിത്സാ രീതികൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തദ്ദേശീയമായി വികസിപ്പിച്ച ചികിത്സാ മാർഗ്ഗങ്ങളാണ് കോവിഡ് മഹാമാരി നൽകിയ ഏറ്റവും വലിയ പാഠമെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യൻ ചികിത്സാ രീതികൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. Very recently, in the 3rd term, Prime Minister has also announced a universal health cover for all above 70. So with the lengthening lifespan, you can see how much of benefit it is going to provide. And then the Jan Arogya Kendra, when I'm talking of the ecosystem, that's the other concept. Wellness centers to be set up, about 1.5 lakh. And integrating all this with the indigenous systems of medicine. The new aims going to have the Ayush centers as well, learning from the experience of COVID, and the indigenous systems, the oriental systems now gaining acceptability across the world. ജോഹാനസ്ബർഗിൽ നടക്കുന്ന G20 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തും. ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോളയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. G20 രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ദക്ഷിണമേഖലാ രാജ്യങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമായാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത്. വിവിധ നേതാക്കളുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകളും നടത്തും. പൈലറ്റുമാർക്കുള്ള ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാംമോഹൻ നായിഡു ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പൈലറ്റ് ലൈസൻസിംഗും പുതുക്കൽ പ്രക്രിയയും ലളിതമാക്കാൻ ഇതിലൂടെ സാധിക്കും. പൈലറ്റുമാർക്കായി EPL അവതരിപ്പിക്കുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. UGC കരട് ചട്ടങ്ങൾ സംബന്ധിച്ച ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ഫെഡറലിസത്തെ തകർക്കുന്ന തരം നിർദ്ദേശങ്ങളാണ് കരട് ചട്ടങ്ങളിലുള്ളതെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. VC നിയമനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോടാണ് സംസ്ഥാന സർക്കാരിന് പ്രധാന വിയോജിപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർക മല്ലു, കർണാടക തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ, റവന്യൂ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്.
ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തുടക്കമാകും 2 ദിവസത്തെ ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി അഭിസംബോധന ചെയ്യും കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ ജയന്ത് ചൌധരി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോർക്ക റൂട്ട്സ് ചെയർമാൻ എം എ യൂസഫലി വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേർ ഉച്ചകോടിയിൽ പങ്കെടുക്കും ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്തുടനീളം സാംക്രമികേതര രോഗങ്ങൾക്കെതിരെ സ്ക്രീനിംഗിന് തുടക്കമിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്നു മുതൽ അടുത്ത മാസം 31 വരെ 30 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിലൂടെ പരിശോധന നടത്താം. രക്തസമ്മർദ്ദം, പ്രമേഹം, ക്യാൻസർ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കാൻ അവസരം ലഭിക്കും. അരുണാചൽ പ്രദേശ് മിസോറാം രൂപീകരണ ദിനത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസനത്തിന്റെ പുതുചിത്രം രചിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും സാധിക്കട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു. പരിധിയിൽ കവിഞ്ഞ് ഭൂമി വാങ്ങിക്കൂട്ടുന്നതിന് എതിരെയുള്ള നിയമത്തിന് അംഗീകാരം നൽകി ഉത്തരാഖണ്ഡ് മന്ത്രിസഭ. സംസ്ഥാനത്തെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് മന്ത്രിസഭാ യോഗം വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. സംസ്ഥാനത്തെ വിഭവങ്ങൾ, സാംസ്കാരിക പൈതൃകം, ജനങ്ങളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് നിയമം സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സമുദ്ര അതിർത്തി ലംഘിച്ചതായി ആരോപിച്ച് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് ശ്രീലങ്കൻ നാവികസേന 10 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു. 3 മത്സ്യബന്ധന ബോട്ടുകളും പിടിച്ചെടുത്തു. അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഈ മാസം 9-നും സമാന രീതിയിൽ 14 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30-ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലന്റ് പാകിസ്ഥാനെ 60 റൺസിന് പരാജയപ്പെടുത്തി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിനെതിരെ ഗുജറാത്ത് ബാറ്റിംഗ് തുടരുന്നു. 457 റൺസ് ഒന്നാം ഇന്നിംഗ്സ് സ്കോർ പിന്തുടരുന്ന ഗുജറാത്ത് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് എന്ന നിലയിലാണ്. മഹാകുംഭമേളയിൽ ഇന്നലെ 1 കോടിയിലധികം തീർത്ഥാടകർ പുണ്യസ്നാനം നടത്തി. ഇതുവരെ 56 കോടിയിലധികം തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലെത്തി പുണ്യസ്നാനം നിർവഹിച്ചത്. ഈ മാസം 26-നാണ് മഹാകുംഭമേളയുടെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 23-ന്. മൻ കി ബാത്തിന്റെ 119-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. ഇന്ന് ലോക സാമൂഹിക നീതി ദിനം. നീതിയുക്തമായ ലോകത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നേരിടാനുമായി 2007-ൽ ഐക്യരാഷ്ട്രസഭയാണ് ദിനാചരണം ആരംഭിച്ചത്. സാമൂഹിക അസമത്വം പരിഹരിക്കുന്നതിന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയങ്ങൾ രൂപീകരിക്കുകയാണ് ഇത്തവണത്തെ ദിനാചരണ ലക്ഷ്യം. യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുടെ അഭാവത്തിലും റഷ്യയുമായി സമാധാന കരാർ സാധ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റിയാദിൽ നടന്ന സമാധാന ചർച്ചകളിലെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. US റഷ്യ സമാധാന ചർച്ചകളിൽ യുക്രൈനെ പങ്കെടുപ്പിക്കാത്തതാണ് ഇതിന് കാരണമായി സെലൻസ്കി ചൂണ്ടിക്കാട്ടിയത്. ഇന്ത്യ UAE സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന 2 പ്രതിരോധ പ്രദർശനങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ കപ്പൽ ഷൂർ അബുദാബിയിൽ നങ്കൂരമിട്ടു. നാവ്ഡെക്സ് 2025, ഐഡെക്സ് 2025 എന്നിവയിലാണ് കോസ്റ്റ് ഗാർഡ് കപ്പൽ പങ്കെടുക്കുന്നത്. ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയും പോർച്ചുഗലിന്റെ ന്യൂനോ ബോർജസും ഇന്ന് UK സഖ്യത്തെ നേരിടും. ക്വാർട്ടറിലെ മറ്റൊരു മത്സരത്തിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രിയും ക്രൊയേഷ്യയുടെ ഇവാൻ ഡോഡിഗും ഇന്നിറങ്ങുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി മുഖ്യമന്ത്രിയായി BJP നേതാവ് രേഖ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു. 6 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ചുമതലയേറ്റു. രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ വളരെയേറെ പരിഗണന നൽകുന്നതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. G20 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി S. ജയശങ്കർ ഇന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തും. UGC കരട് ചട്ടങ്ങൾ സംബന്ധിച്ച ദേശീയ കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൈലറ്റുമാർക്കുള്ള ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസിന് രാജ്യത്ത് തുടക്കമായി. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.